കുറുപ്പമ്പടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. വിജയോത്സവം 2026 എന്ന പേരിലായിരുന്നു ചടങ്ങുകൾ. പെരുമ്പാവൂർ MACT ഡിസ്ട്രിക്ട് ജഡ്ജ് സ്മിത ജോർജ് അവാർഡ് ദാനയോഗം ഉദ്ഘാടനം ചെയ്തു. 2025-26 അധ്യയന വർഷത്തിൽ SSLCക്കും +2നും എല്ലാ വിഷയങ്ങൾക്കും A+A1 നേടിയ കുട്ടികൾക്ക് അനുമോദനങ്ങൾ. ഉന്നത വിജയം കരസ്ഥമാക്കിയ കുറുപ്പമ്പടി സർവീസ് സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കൾ വിദ്യാഭ്യാസ പുരസ്കാരം ഏറ്റുവാങ്ങി. ബാങ്കിന്റെ പെരുമ്പാവൂർ ബ്രാഞ്ച് ഓഡിറ്റോറിയത്തിലായിരുന്നു അനുമോദന സമ്മേളനം. വിജയോത്സവം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച സമ്മേളനം MACT പെരുമ്പാവൂർ ജില്ലാ ജഡ്ജ് സ്മിത ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഓരോരുത്തരിലും നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 10ാം ക്ലാസ്, 12ാം ക്ലാസ്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളിൽ പലരും എന്താവണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവാം. പിന്നെ എന്നെ പോലെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ തീരുമാനിക്കാനുള്ള സമയം വരുന്നേ ഉണ്ടാവുള്ളൂ. എല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാമെന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും. പക്ഷേ പഴയ കാലത്തിൽ നിന്ന് കുറേ മാറിയിട്ട് ഇപ്പോൾ ചെറിയൊരു ഫീൽഡിൽ അല്ലെങ്കിൽ ഏതൊരു രംഗം എടുത്താലും കോമ്പറ്റീഷൻ ഭയങ്കരമാണ്. അപ്പം നിങ്ങൾ സൈലൻ്റായി അങ്ങനെ ഇരിക്കരുത്. ഇപ്പം തുടങ്ങിയേ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ എവിടെ എത്തണം എന്നുള്ളത് ഒരു ലക്ഷ്യം നിങ്ങൾ മുൻകൂട്ടി നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം. നിങ്ങളിൽ ഓരോരുത്തരിലും ഓരോ പ്രതിഭയുണ്ട്. ചിലർക്ക് വരയ്ക്കാൻ കഴിവുണ്ടാവും, ചിലർക്ക് പാടാൻ, ചിലർക്ക് പഠിക്കാൻ. അങ്ങനെ ഓരോരുത്തരിലുള്ള ആ കഴിവിനെ നമ്മൾക്ക് തന്നെ അത് മനസ്സിലാക്കിയെടുക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ചിലരത് സ്വയം മനസ്സിലാക്കും, ചിലർ നമ്മളുടെ കൂടെ ഉള്ളവർ നമ്മളെ മനസ്സിലാക്കി തരും. അത് മാതാപിതാക്കളാകാം, സഹോദരങ്ങളാകാം, സുഹൃത്തുക്കളാകാം. അപ്പോൾ അവനവൻ്റെ കഴിവിനെ കുറിച്ചൊരു സ്വയം ബോധം ഉണ്ടാകുക. എന്നിട്ട് അത് ഏതിലേക്കാണോ നയിക്കുന്നത് ആ ഒരു ഇതിലേക്ക് പോവുക. ബാങ്ക് പ്രസിഡന്റ് ഉഷാദേവി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് TS സദാനന്ദൻ, CC ബേബി, KO തോമസ്, PK ബാബു, OK രവി, ജിനേഷ് തങ്കപ്പൻ, വിഷ്ണു നാരായണൻ, PV അനിൽകുമാർ, സെക്രട്ടറി N ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. കുറുപ്പമ്പടി സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും SSLC +2 വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് 2026 വിജയോത്സവം എന്ന പേരിൽ ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികൾക്ക് അവരവർ ജീവിച്ചു വരുന്ന പ്രദേശത്ത് ഒരു സ്നേഹ ആദരവ് കിട്ടുന്നതിന് ഇതുപോലെയുള്ള പരിപാടികൾ വളരെ അത്യാവശ്യമാണ്. ഇനിയും വരും വർഷങ്ങളിലും ഈ പരിപാടികൾ ഞങ്ങൾ തുടർന്ന് പോകുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയും കൂടുതൽ കുട്ടികൾക്ക് ഈ മികവ് ഏറ്റുവാങ്ങുന്നതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.